ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലി ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചൂടൊക്കെ മാറി നല്ല സുഖമായ ഒരു അന്തരീക്ഷമായി, മഴയൊക്കെ പെയ്ത് നല്ലൊരു തണുത്ത അന്തരീക്ഷമായില്ലേ. ഇപ്പോൾ മാങ്ങയുടെ സീസണും ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഇഞ്ചി നോക്കിയപ്പോഴേ ഇഞ്ചി പറിച്ച് നടേണ്ട സമയമാണ് ഇപ്പോൾ പുതുമഴയൊക്കെ പെയ്യുമ്പോഴേ. അപ്പോൾ അത് പറിച്ചപ്പോൾ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സദ്യയിൽ കേമനാണ് പുളിയിഞ്ചി. ഏറ്റവും സ്വാദിഷ്ടമായതും ഏറ്റവും ആദ്യം തീരണതും പുളിയിഞ്ചിയാണ്. എന്ന് വെച്ചാൽ നല്ല കഞ്ഞിക്കും ചോറിനൊക്കെ കഴിക്കാൻ, വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാൻ, കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാവും. എന്ന് വെച്ചാൽ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും കുറച്ച് കാന്താരിമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ. എന്ന് വെച്ചാൽ ഇഞ്ചിയൊക്കെ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് എടുക്കാൻ എത്ര പാടുപെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോപ്പറിലിട്ട് 2 കറക്ക് ഇറക്കിയാൽ ഈ പരുവത്തിലുള്ള ഇഞ്ചി നുറുക്കി നമുക്ക് കിട്ടുകയാണ്, കണ്ടോ. പിന്നെ അതേ പച്ചമുളക് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പുളിയാണ്. പുളി ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടു. അത് ഈ കൊല്ലത്തെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ കൊല്ലത്തെ. എന്ന് വെച്ചാൽ പുളിയിഞ്ചിക്ക് ലേശം കറുപ്പ് നിറം വരണം, നല്ലതാണ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശർക്കര അതിൽ വേണം കേട്ടോ. അത് നല്ല മധുരവും ഉപ്പും എരിവും പുളിയും ഒപ്പം നിൽക്കണം പുളിയിഞ്ചിക്ക്. പിന്നെ വറുത്തിടാൻ കടുക്, മുളക്, കറിവേപ്പില. ഇത് ആറിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി അതിൻ്റെ മുകളിൽ വിതറും. അതൊരു സ്വാദും അതിനൊരു കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉലുവാപ്പൊടി ആറിക്കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പുളിവെള്ളം എടുത്ത് തിളപ്പിക്കാം. ഇതിപ്പോൾ പുളി നമ്മൾ കുതിർത്താൻ വെച്ചാൽ അത്രയും വെള്ളത്തിൽ തന്നെ ഒരു പ്രാവശ്യം കലക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസ് വരില്ല. നമ്മൾ കുറേശ്ശെ വെള്ളത്തിൽ കണ്ടോ, ഇതിൻ്റെ നല്ല പുളിയുടെ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളത്തിൽ പിഴിഞ്ഞാലേ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വേവും അതിൻ്റെ വറക്കലും ശരിയായാലേ പറ്റുള്ളൂ. ഇഞ്ചിക്ക് നല്ല വേവുണ്ട്, വറുത്ത് നല്ല കൃകൃന്നാവണം ഇഞ്ചി. ഇത് പുളിയാണെങ്കിലും നന്നായിട്ട് വേവണം, അതാണ്. അല്ലെങ്കിൽ അത് പാട കൂടിയ മാതിരി ആവും. അതുകൊണ്ടാണ്. പുളി നല്ലോണം പിഴിഞ്ഞ് നല്ല പച്ചവെള്ളം പോലെ ആക്കിയിട്ടാട്ടോ. എന്നുവെച്ചാൽ പുളി നല്ലോണം വേവണം, അതിന് വെള്ളം ധാരാളമായിട്ട് ഒഴിക്കണം. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ പുളിയിഞ്ചി ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഒരു കലം മേടിച്ചിട്ടുണ്ട്, മൺകലം. ഇതിലാണ് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാറ് എപ്പോഴും. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഇതിൽ മുളക് പൊടി ഇടണം. 2 വലിയ ടീസ്പൂണ് മുളക് പൊടി. പിന്നെ ഉപ്പ് ആവശ്യത്തിനാവാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് പോരെങ്കിൽ ഇടാം. പിന്നെ ഇതിലേക്ക് ശർക്കര ഒരു 2 വലിയ കട്ട ഇടുന്നുണ്ട്. ഇതിപ്പോൾ മുളകും പുളിയും ഉപ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് നമ്മൾ ആണ് ശർക്കര ഇടുന്നത്. അത് ചിലവർക്ക് ഇത്തിരി കൂടുതൽ വേണ്ടി വരും. ശർക്കര നന്നായിട്ട് മധുരം ഇഷ്ടമാണ്, ചിലവർക്ക് പാകത്തിന്. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര ഇടാം നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് നല്ല വറ്റി ഒന്ന് കുറുകിയ പാകമാകുമ്പോൾ നമുക്ക് അത് വറക്കാനുള്ളത് നോക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിടാം. കടുകും മുളകും കറിവേപ്പിലയാണ് ആദ്യം ഇടേണ്ടത്. ഇത്തിരി നന്നായിട്ട് എടുക്കണം, എന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി സ്വാദിനും വേണ്ടിയിട്ട്. മുളകൊക്കെ മുഴുവനെ പടിയിട്ടാൽ മതി, വലിയതാണെങ്കിലൊന്ന് കണ്ടിച്ചാൽ മതി. ഇതിലേക്ക് മുളക്, കറിവേപ്പില,
ഇതിലേക്ക് ഇഞ്ചി. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല ഞെരിയ നമുക്ക് പൊടിയണ രൂപത്തിൽ ഇത് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത് ഇത് അങ്ങനെ ആയാലില്ലേ ഇതിൻ്റെ ജലാംശമൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് കേടുകൂടാതെ ഇരിക്കാം. അല്ലെങ്കിൽ ഇഞ്ചി വേവാണ്ട് അത് നമുക്കത് കേടുവരും. പുളിയിഞ്ചി പുളിയും നല്ലോണം വേവണം, ഇതും നല്ലോണം വറുക്കണം. അപ്പോൾ അത് ചെറിയ തീയിലിട്ട് വറുത്താതെ നന്നായിട്ട്, ഇത് ചെറിയ കഷ്ണമായതുകൊണ്ടേ വേഗം മൂത്തോളും. പുളിയിഞ്ചിക്കുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില മുളക് ഇതെല്ലാം ഇത് കണ്ടോ നല്ല പൊടി പോലെയായിട്ടോ അതുപോലെ വറുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് പുളി കയറ്റി വയ്ക്കാം. പുളി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി കുറുകും കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളത്തിലാണ് എടുത്തേക്കണത്. ഇനിയിപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും. അപ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വറുത്തത് ഇതിലേക്ക് ഇടാം. നല്ല ടേസ്റ്റി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി വറ്റും കേട്ടോ. ഇത് കണ്ടോ വെള്ളം എത്ര ഉണ്ടെങ്കിലും ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി വറ്റും. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇടുമ്പോൾ ഒന്നും കൂടി കുറുകും. അപ്പോൾ മുളകൊക്കെ കിടക്കണുണ്ട്. നമ്മൾ സദ്യക്ക് പോകുമ്പോഴേ ഒരു ഇഞ്ചിയുടെ കഷ്ണമോ മുളകോ യാതൊന്നും നമുക്ക് കാണില്ല. കുറച്ച് മധുരമുള്ളൊരു പുളിയുടെ ഒരു സ്വാദ് എന്നല്ലാണ്ട് നമുക്കിത് ഇങ്ങനെ കാണാൻ സാധിക്കില്ല. കണ്ടോ നല്ല മുളകൊക്കെ വറുത്ത് മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ സ്വാദോടുകൂടി കഴിക്കാം. നമുക്കത് വാങ്ങി വെച്ചിട്ട് ഉലുവാപ്പൊടി ഇടാം. ഇത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതൊരു 1/4 ടീസ്പൂണ് മതി. നല്ല വാസനയും സ്വാദും വരും ഉലുവാപ്പൊടി ഇട്ടാൽ. നമ്മൾ മൺചട്ടിയിൽ വെച്ച കാരണം കൊണ്ട് ഒത്തിരി കൂടി സ്വാദ് കൂടും. നല്ല സ്വാദുള്ള ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നാലും ഇത് പതിഞ്ഞ് പൊങ്ങിയാലും ഒന്നുമില്ല കേട്ടോ. ചിലത് ഇഞ്ചിയുടെ മൂക്കാത്ത വറുത്ത് കോരിയത് ശരിയാവില്ല, പിന്നെ പുളി വേവില്ല, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേഗം കേടുവരും. ഇത് എത്ര ദിവസം ഇരുന്നാലും ഇതിന് കണ്ടോ മുളകൊക്കെ അതേ മുഴുവനെ പടയിട്ടാണ്. അത് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് മുഴുവനിടാം, അല്ലെങ്കിൽ പൊട്ടിച്ചിടാം. അപ്പോൾ അതിന് നല്ല വാസനയും സ്വാദും വരുന്നുണ്ട്. അപ്പോൾ പുളിയിഞ്ചി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ആബാലവൃദ്ധം ജനങ്ങൾക്കിത് ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിന് അഭിപ്രായം പറയുക കണ്ടിട്ട്. ഓക്കെ, ബൈ.